കൈമാറിപ്പോയി. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാക് മിനി അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ കമൻറ്റുകളായിട്ടും ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സാപ്പിലൊക്കെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്നോട് സംശയം ചോദിച്ചത് നമ്മുടെ സബ്സ്ക്രൈബർ അജയ് ആണ്. അപ്പോൾ അജയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എഡിറ്റിംഗ് PC വേണം. PC അല്ലെങ്കിൽ മാക് മിനിയാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. അപ്പോൾ ആളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 50,000 മുതൽ 1,00,000 രൂപ വരെയാണ്. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ്, മാക് മിനി വേണോ PC വേണോ എന്നതാണ് ആളുടെ കൺഫ്യൂഷൻ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ മാക് മിനിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരു 50,000 മുതൽ 1,00,000 രൂപ വിലയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ മാക് മിനി M4 തന്നെയാണ്. അപ്പോൾ M4 ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 16 GB റാം ഉണ്ട്, 256 GB ഇൻറ്റേർണൽ ഉണ്ട്. ഞാൻ ഓഫീസിൽ ഉപയോഗിക്കുന്ന മാക് മിനി M2 പ്രോയാണ്. അപ്പോൾ അതും ഈ മാക് മിനിയായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം സിമിലർ പെർഫോമൻസാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് മാക് മിനി ആയിരിക്കും ഏറ്റവും കൂടുതൽ ആപ്റ്റ് എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് TV-യിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം, അതിൽ ഈ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് മാക് മിനി കൊണ്ടുപോകാൻ പറ്റും. ഒരു PC ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ PC-യുടെ വലിപ്പം, വെയിറ്റ്. അപ്പോൾ അത് ട്രാവൽ ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകാനൊന്നും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് മാക് മിനി ആയിരിക്കും കുറച്ച് എളുപ്പം. പിന്നെ ഇതിൻ്റെ സൈസ്, പുതിയ മാക് മിനി നമുക്ക് ജസ്റ്റ് ഒരു ഉള്ളം കയ്യിൽ വെക്കാവുന്ന സൈസ് മാത്രമേ ഉള്ളൂ. പക്ഷേ PC ആണെങ്കിൽ വലിയ സൈസാണ്, നമുക്കത് എടുത്തിട്ട് പോകാനൊക്കെ പ്രയാസമാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക് മിനി വളരെ സൈലൻ്റ് ആണ്, ഹീറ്റും കുറവാണ്. ഇപ്പം ഞാൻ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലെൻഡറിൽ 3D റെൻഡറിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പെക്കുള്ള 2-3 വിൻഡോസ് PCകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല ശബ്ദമാണ്, അത് മാത്രമല്ല നല്ല ചൂട് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രയും ഹീറ്റും ഇതുപോലെ സൗണ്ടൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട് ചില സമയത്ത്. പെർഫോമൻസിൽ ഓക്കെയാണ്, പക്ഷേ ഇതൊരു പ്രശ്നം തന്നെയാണ്. അതുമാത്രമല്ല, ഈ വിൻഡോസ് PC നല്ല രീതിയിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ബില്ല് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക് മിനി ആയിരിക്കും ബെറ്റർ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മൾട്ടി ക്യാം വീഡിയോസ് 4K, 4K അല്ലെങ്കിൽ ഒരു 4K ഒരു ഫുൾ HD വീഡിയോസ്, അതും ക്യാമറയിലെടുത്ത 100 മെഗാപിക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഡാവിഞ്ചിയിൽ എഡിറ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ ഈ മാക് മിനി M4 ബേസ് മോഡലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടി. പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ലൈറ്റ് റൂം, ക്യാൻവ, ഫോട്ടോഷോപ്പ്, പിന്നെ ക്രോം ബ്രൗസറിലൊരു 50-60 ടാബുകളൊക്കെ ഒരുമിച്ച് ഓപ്പണാക്കി ചെക്ക് ചെയ്തിരുന്നു. ഓപ്പണാക്കി ചെക്ക് ചെയ്യുക മാത്രമല്ല, ഞാൻ മിക്കവാറും സമയത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് നല്ലൊരു പെർഫോമൻസ് തോന്നി. പക്ഷേ നമുക്കത് 100% പെർഫെക്റ്റ് ആണോ അതല്ലെങ്കിൽ ഫുൾ ടൈം അത് നല്ല പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 90%-ഓളം സമയം നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കിട്ടി. അപ്പോൾ ഞാൻ അജയ്ക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു മാക് മിനി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഈ മാക് മിനി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ കിട്ടുന്നുണ്ട് മാക് മിനിക്ക്. പിന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു 3-4 കൊല്ലം ഈസിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതിലെ കമ്പ്യൂട്ടറിങ് സെക്ഷൻ, അതല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോസസ്സിങ് സെക്ഷൻ മാത്രമാണ് മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കീബോർഡ്, മൗസ്, UPS ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക് മിനി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 1,00,000-ൻ്റെ ഒരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏത് മദർ ബോർഡ് വെക്കണം, റാം ഏത് വെക്കണം, അതല്ലെങ്കിൽ പ്രൊസസ്സർ ഏതാ വേണ്ടത്, ഇൻറ്റലിലേക്ക് പോകണോ AMDയിലേക്ക് പോകണോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മിനിമം ഒരു 2-3 ആഴ്ച ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു കോൺഫിഗറേഷനിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചില ഷോപ്പിലൊക്കെ പോയിട്ട് കൊട്ടേഷൻ എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പഴയ ജനറേഷൻ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടായിരിക്കും കൊട്ടേഷൻ തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ പഴയ സ്പെക്ക് പുതിയ PC എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വരും. പിന്നെ ഉപയോഗിച്ച് നോക്കുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ അതും സെയിൽ ചെയ്യാനും പുതിയത് എടുക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മാക്കിൻ്റെ കേസിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നേരെ വാങ്ങുന്നു, M4 മാക് മിനി ബേസ് മോഡൽ, ഫുൾ പെർഫോമൻസ്. അതൊരു 2-3 കൊല്ലത്തേക്ക് സേഫാണ്. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് ഇതിൽ OS വരുന്നത്. ഇപ്പോൾ മാക് മിനി നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് macOS അതിൻ്റെ കൂടെ കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈസൻസ്ഡ് വേർഷൻ തന്നെയാണ്. വളരെ സ്മൂത്താണ് macOS. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2012 മുതൽ ഞാൻ മാക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്നോ ലെപ്പേഡ് മുതൽ ഇതുവരെയുള്ള എല്ലാ OSഉം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി
ഈസി ആയിട്ട് തോന്നുന്നത് മാക് OS ആണ്. വിൻഡോസ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ വിൻഡോസ് PC ഉണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ വിൻഡോസും മാക് OSും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശരിക്കും മാക് OSനോടാണ് താല്പര്യം. പിന്നെ മാക്കിൽ ഇല്ലാത്ത എന്തെങ്കിലും സോഫ്റ്റ്വെയർ ടൂളുകൾ, അതല്ലെങ്കിൽ ഡിസ്ക് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കേസുകളിൽ മാത്രമേ ഞാൻ ശരിക്കും വിൻഡോസിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഞാൻ അജയ്ക്ക് മാക് മിനി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ വേറെ 2 ബോണസ് അഡ്വാൻറ്റേജ് കൂടി പറഞ്ഞുതരാം. നമ്മളൊരു മാക് മിനി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ രാത്രിയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ ഹെഡ്സെറ്റിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ അവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരു കേസിൽ മാക് മിനിയിലുള്ള ചെറിയ സ്പീക്കർ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തരും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ട്രാക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കേട്ട് നമുക്ക് മാക് മിനിയുടെ ഔട്ട്പുട്ട് മതി. അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് മാക് മിനി മതി. അപ്പോൾ അതിലെ സ്പീക്കർ വെച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. പക്ഷേ വിൻഡോസ് PC ആണെങ്കിൽ നടക്കില്ല, ഒരു സ്പീക്കർ കുത്തേണ്ടി വരും. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിക്കാവുന്നുള്ളൂ. കാരണം നമ്മുടെ വിൻഡോസ് PCയിൽ 10-25 ഫാനൊക്കെ ഓടുന്നുണ്ട്. അതേപോലെ തന്നെ ഡസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് എടുത്തഴിച്ച് പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. പക്ഷേ മാക് മിനി ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അജയ്ക്ക് ധൈര്യമായിട്ട് ഒരു മാക് മിനി മേടിക്കാം. ഇനി ഞാനീ പറയുന്നതെല്ലാം ഒരു നോർമലായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. 4K മൾട്ടിക്യാം ഫുട്ടേജൊക്കെ ചെയ്യാം. ഒരുപാട് ഹെവി ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ M4 Pro ചിപ്പിലേക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ മാക്സ് അല്ലെങ്കിൽ അൾട്രാ ചിപ്പുകളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോർമലി ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റിംഗ്, അതല്ലെങ്കിൽ ഒരു B-roll എഡിറ്റ് ചെയ്യാനായിട്ട്, ഒരു സ്റ്റോറി സ്റ്റാറ്റസ് ഇടാനൊക്കെ ആയിട്ട് മാക് മിനി മതി. ഞാനിപ്പോൾ ഏകദേശം ഈ സിമിലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് മാക് മിനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ എല്ലാം ഈ മാക് മിനി വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, മൾട്ടി ക്യാം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 1-2 ട്രാക്ക് ഇട്ടിട്ട് ചെയ്യാം വീഡിയോസ്. മൾട്ടി ഓഡിയോ ട്രാക്കുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളർ ഗ്രേഡിംഗ് എല്ലാം പറ്റുന്നുണ്ട്. പിന്നെ 100% പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു 90-95% മാക് മിനി ഓക്കെയാണ്. മാക് മിനിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വരുന്നുണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാ പെർഫോമൻസും യൂസർ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് മാക് മിനി വാങ്ങണോ വേണ്ടതെന്നുള്ളൊരു വീഡിയോ മാത്രമാണ് ഇന്നത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൈസനാണ്. അപ്പോൾ ഷൈസൻ ഒരു ഡിസൈനറാണ്. അത്യാവശ്യം കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു മാക് മിനി എടുക്കുകയാണെങ്കിൽ ഷൈസിൻ്റെ ഓൾറെഡി ഉള്ള ഫയലുകൾ എങ്ങനെ മാക് മിനിയിൽ ആക്സസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ ഇതുപോലുള്ള ഫയലുകളെല്ലാം ഹാർഡ് ഡിസ്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഒരു വിൻഡോസ് PCയിലാണ്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കുകളെല്ലാം അതിൽ നിന്ന് ഊരിയിട്ട് ഡോക്കിംഗ് സ്റ്റേഷൻ വഴി മാക് മിനിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ആക്സസ് ചെയ്യണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ സിമിലർ സിറ്റുവേഷനിലും ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് എല്ലാം വലിയ വലിയ ഹാർഡ് ഡിസ്കുകളാണ്. ഇതെല്ലാം നമ്മുടെ ഡെസ്ക് ടോപ്പ് PCയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെസ്ക് ടോപ്പ് PC തന്നെ സെറ്റ് ചെയ്തിട്ട് 1, 2, 3, 4 ഹാർഡ് ഡിസ്കുകൾ അതിൽ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ PC ഒരു LAN കേബിൾ വഴി മാക് മിനി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അതിന് വേറെ റൂട്ടറോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് പിയർ ടു പിയർ കണക്ഷനാണ്. ഇനി മാക് മിനിയിലൊരു ഹാർഡ് ഡിസ്ക് കുത്തിയിട്ടിട്ടുണ്ട്, 1 TB SSD അല്ല, നോർമൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ്. ഇനി ഈ PCയിലുള്ള എല്ലാ ഫയലുകളും എനിക്ക് മാക് മിനിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് PCക്ക് മോണിറ്റർ വരെ കൊടുക്കണമെന്നില്ല. വൺസ് സെറ്റ് ചെയ്താൽ ജസ്റ്റ് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫയൽ ഷെയറിംഗ് വഴി നമുക്ക് ഈ PCയിലെ ഫയലുകൾ നേരെ മാക് മിനിയിൽ കിട്ടും. ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഈ 1 TB എക്സ്റ്റേണലിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷൈസണും ഇതുപോലെ ഉപയോഗിക്കാവുന്നുള്ളൂ. ചെറിയ ഡിസൈനിങ് ഫയൽ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് വഴി വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നാസിലേക്ക് പോകേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ 1 TB എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് തന്നെ അത്യാവശ്യം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു. 4K ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കുഴപ്പമില്ല. SSD അല്ലെങ്കിൽ പോലും അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നുണ്ട്, മോശമില്ല. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു വെഡ്ഡിങ് വീഡിയോ അതല്ലെങ്കിൽ ഒരു ഇവൻറ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോഗ്രാഫർ കം എഡിറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 4-5 മൾട്ടിക്യാം ഫുട്ടേജ് എഡിറ്റ് ചെയ്യണം. അത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ആയിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ള 3-4 ക്യാമറകൾ വെച്ചിട്ടുള്ള മൾട്ടിക്യാം എഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി. കാരണം അത് കുറച്ച് ഹെവി വർക്കാണ്. ഇനി 4K ഫുട്ടേജാണ് വരുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 3-4 ക്യാമറയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡ്യൂറേഷൻ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കുഴപ്പമുണ്ടാവാൻ വഴിയില്ല. പക്ഷെ ഇത്രയും ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് സിമിലർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഈ പറയുന്ന നമ്മുടെ മാക് മിനിയിൽ ഒന്ന് ലോഡ് ചെയ്ത് നോക്കുക.
എന്നിട്ട് ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറച്ച് ലെങ്ത്തുള്ള 4K ഫുട്ടേജൊക്കെ വരുമ്പോൾ നമുക്ക് റാമിൻ്റെ ആവശ്യം കൂടുതൽ വരും, ഇൻറ്റർണൽ സ്റ്റോറേജ് കൂടുതൽ വരും. അത് മാത്രമല്ല നമുക്ക് M4 Pro ചിപ്പിലേക്ക് പോകേണ്ട ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല, ചെക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മിറാഷ് KT ആണ്. മിറാഷിന് അറിയേണ്ടത് നമ്മുടെ മോണിറ്റർ ഏതാണ്, ബെസ്റ്റ് ഡിസ്പ്ലേ ഏതാണെന്നാണ് അറിയേണ്ടത്. ഞാനിപ്പോൾ 2 മാക് മിനി ഉപയോഗിക്കുന്നുണ്ട്. ഒരു മാക് മിനി M4 ബേസ് മോഡലും ഒരു M2 പ്രോൻ്റെ ഒരു ഹൈ സ്പെക്ക് വേരിയൻറ്റും. അതിനൊരു 32 GB റാമും 1 TB ഇൻറ്റേർണലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 മാക് മിനിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് LGയുടെ മോണിറ്ററുകളാണ്. ഇപ്പോൾ LGയുടെ UL500, UK650 ഈ 2 മോണിറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ UP650 മോണിറ്ററും UL650 മോണിറ്ററും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി LGയുടെ മോണിറ്ററാണ് ഉപയോഗിക്കുന്നത്. LGയുടെ മോണിറ്റർ കുഴപ്പമില്ല, കളർ കാലിബ്രേഷൻ ചെയ്യേണ്ടതാണ് ശരിക്കും. കളർ ആക്യുറസി അത്ര പോരാന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മാക്ബുക്ക് പ്രോയിൽ പ്ലേ ചെയ്യുക, അതേ സമയം തന്നെ ഒരു ഡിസ്പ്ലേ മിററിംഗ് മോഡ് ഇട്ടിട്ട് LGയിൽ പ്ലേ ചെയ്യുക, നല്ല ഡിഫറെൻ്റ് ആണ്. LGയിൽ ഒരു മജന്ത ടിൻറ്റ് വരുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കളർ ബേസ്ഡ് വർക്കുകൾ, കളർ കാലിബ്രേഷൻ, റീടച്ചിങ്, സ്കിൻ റീടച്ചിങ്, അതിൻ്റെ വർക്കിനൊന്നും ഈ LGയുടേത് സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് മാനുവലായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൂൾ വെച്ച് കാലിബ്രേറ്റ് ചെയ്യാൻ കുറച്ച് പണി കൂടുതലാണ്. അപ്പോൾ അതുപോലുള്ള വർക്ക് ചെയ്യുന്നവർ നേരെ പോകേണ്ടത് ബെൻക്യൂൻ്റെ മോണിറ്ററാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിലൊരു ബെൻക്യൂൻ്റെ മോണിറ്റർ ഉണ്ട്. ബെൻക്യൂൻ്റെ മോണിറ്ററിന് LGയുടെ മോണിറ്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ്, പക്ഷേ അത്യാവശ്യം കളർ കാലിബ്രേറ്റഡ് ആണ്. അത് കമ്പനി കാലിബ്രേറ്റഡ് ആണ് വരുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. 100% നമ്മുടെ മാക് ബുക്ക് പ്രോവിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു 99% വരെ അത് ഓക്കെയാണ്. അപ്പോൾ അതിലേക്ക് പോകാം. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഒരു പെയ്ഡ് വർക്കാണ്, നിങ്ങളുടെ ക്ലയൻറ്റൊക്കെ അത്യാവശ്യം നല്ലൊരു ക്ലയൻ്റാണ്, നല്ല ഫണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകേണ്ടത് സ്റ്റുഡിയോ ഡിസ്പ്ലേയിലേക്കാണ്. 5K ഡിസ്പ്ലേ ശരിക്കും മാക് മിനി എന്നല്ല, ആപ്പിളിൻ്റെ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾക്കെല്ലാം 5K മോണിറ്ററാണ് കൊടുക്കേണ്ടത്. ശരിക്കും നമ്മൾ ഈ 4K കൊടുത്താൽ കുറച്ച് സ്കെയിലിംഗ് ഇഷ്യൂസ് ഉണ്ട്. അതൊരു നല്ല ടോപ്പിക്കാണ്, ഞാൻ അതിനെപ്പറ്റി വേറൊരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട്. തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിനിമം 4K യൂസ് ചെയ്യുക. അതിൽ തന്നെ സ്കെയിലിംഗ് ഒഴിവാക്കാനായിട്ട് റെസൊല്യൂഷൻ 1080 വരുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ UI മൊത്തം 1080 കാണും, കണ്ടൻറ്റ് മൊത്തം 4K കാണും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1440p ഒരു സെറ്റിങ് 2560x1440p സെറ്റിങ്ങിൽ ഇടണം. അങ്ങനെ ഇടുമ്പോൾ ഒരു സ്കെയിലിംഗ് ഇഷ്യൂ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ LGയുടെ മോണിറ്റർ ബേസിക്കായിട്ട് ഉപയോഗിക്കുക. അതിൽ താഴേക്കുള്ള മോണിറ്ററുകളൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ 27ൻ്റെ ഫുൾ HD മോണിറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ VA പാനൽ കർവ്ഡ് മോണിറ്ററൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് മോശമായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഫോട്ടോ കാണാം എന്നല്ലാതെ വേറെ ഒന്നും അതുകൊണ്ട് പറ്റില്ല. പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി ഒട്ടും നമ്മളൊരു ഫുൾ HD മോണിറ്ററിലേക്ക് പോകരുത്. അങ്ങനെ ഫുൾ HD ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ സൈസ് എന്തായാലും കുറയ്ക്കണം. അപ്പോൾ 27 ഇഞ്ച് 4K നല്ലതാണ്. അതിൽ നമുക്ക് വില കുറവിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നത് LG, നെക്സ്റ്റ് ബെൻക്യൂ, നെക്സ്റ്റ് ആപ്പിളിൻ്റെ ഡിസ്പ്ലേ. അതാണ് ഡിസ്പ്ലേയുടെ നമുക്ക് വരുന്ന ഓപ്ഷൻസ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ജോയ് ആണ്. ഫ്രാൻസിസ് ജോ ചോദിച്ചിരിക്കുന്നത് വിൻഡോസിലെ പോലെ തന്നെ മാക് ബുക്കിൽ നമുക്ക്, അല്ലെങ്കിൽ മാക് OSൽ ക്രാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. പറ്റും, ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, ലൈറ്റ് റൂമൊക്കെ ക്രാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. പിന്നെ അത് ക്രാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അത് ക്രാഷ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ എനിക്കൊന്നും അത്ര അധികം ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ VN എഡിറ്റർ വെച്ചിട്ടാണ് കൂടുതലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. ലൈറ്റ് റൂം ഫ്രീ വെർഷൻ മൊബൈലിൽ, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാൻ പോയില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഇതുപോലെ തന്നെ കണ്ടൻറ്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ നേരെ പോയിട്ട് അഡോബ് ഫോട്ടോഷോപ്പിൻ്റെയും ലൈറ്റ് റൂമിൻ്റെയും പ്രീമിയം പാക്കേജ് എടുത്തു. അത് പെയ്ഡ് എടുത്തു. ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും മാത്രമേ എടുത്തുള്ളൂ, പ്രീമിയർ പ്രോ എടുത്തിട്ടില്ല. അപ്പോൾ പ്രീമിയർ പ്രോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ്ങിന് ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കുന്നുണ്ട്. VN ഡെസ്ക്ടോപ്പ് വെർഷൻ മാക് OSന് വേണ്ടിയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് VN നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. പിന്നെ MX മൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. അപ്പോൾ VNും ഡാവിഞ്ചി റിസോൾവുമാണ് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ.
ഫോട്ടോ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ലൈറ്റ് റൂം ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ ക്യാൻവ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെബ് ബ്രൗസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോമാണ് മെയിനായിട്ട്. പിന്നെ ഡെവലപ്പറാണ് ഞാൻ, ശരിക്കും ഒരു ആൻഡ്രോയിഡ് ഫ്ലട്ടർ ഡെവലപ്പറാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ടൂളുകൾക്കൊക്കെ ആയിട്ട് FFmpeg കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രാക്കിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങണമെന്നില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്രീ സോഫ്റ്റ്വെയറുകൾ ആൾട്ടർനേറ്റീവ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുമിച്ച് ആൻസർ ചെയ്യാം. സാമ്പഡി ഫിലിംസ് ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഇത് വാങ്ങിയതെന്ന്. പിന്നെ ഗിഫ്റ്റിംഗ് മീഡിയ ചോദിച്ചത് എങ്ങനെ വിലക്കുറവിന് കിട്ടിയെന്ന്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്കൊരു ഐഡിയ വന്നു, ഒരു പ്രൊഡക്റ്റ് വാങ്ങണം. നേരെ പോയിട്ട് ഒരു സാധനം വാങ്ങരുത്. മിനിമം ഒരു 3 ഷോപ്പിൽ എൻക്വയറി ചെയ്യണം, കൊട്ടേഷൻ എടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ലുലു മാളിലുള്ള ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഒരു ബുക്കിംഗ് ഇട്ടിരുന്നു. അവിടെ കുറച്ച് ഡിലേ ആണ്. അവരെന്നോട് പറഞ്ഞു 2 മാസം കഴിഞ്ഞാൽ മാത്രമേ മാക് മിനി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, നേരെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് ഓർഡർ ചെയ്തു. ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ട്. വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ID കാർഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ, അതുവഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അത് എല്ലാ ID കാർഡിലും വർക്കാവില്ല. ചില ലിസ്റ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആ റേറ്റിൽ കിട്ടും. നോർമൽ അക്കൗണ്ടിൽ തന്നെ നമുക്ക് കാർഡ് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഇതാണ് പർച്ചേസ് ചെയ്യുന്ന കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തൊക്കെ ആക്സസറീസാണ് ഞാൻ മാക് മിനിയുടെ കൂടെ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ മാക് മിനിക്ക് എന്തൊക്കെ ആക്സസറി വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ആക്സസറിയും വേണം. അതിലൂടെ ഒന്നുമില്ല, മാക് മിനി മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ആക്സസറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പീക്കർ മാത്രമേ. അതിൻ്റെ ഉള്ളിൽ സ്പീക്കർ ഉണ്ട്, പക്ഷേ നമുക്ക് പാട്ട് കേൾക്കാനോ അതല്ലെങ്കിൽ അത്യാവശ്യം സിനിമ കാണാനോ വലിയ സ്റ്റീരിയോ ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാനോ നമ്മൾ സ്പീക്കർ കൊടുത്തേ പറ്റൂ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പീക്കർ ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, കാർഡ് റീഡർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊരു മാക് മിനി തന്നെ ഒരു ഫുൾ കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതെല്ലാം ഞാനിപ്പോൾ വാങ്ങിയതല്ല, ഓൾറെഡി ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനിതെല്ലാം വെച്ചിട്ട് എൻ്റെ മാക്ബുക്ക് പ്രോ ഈ സിസ്റ്റത്തിൽ മൊത്തമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുറേ നാളായിട്ട് മോണിറ്റർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാക്ബുക്ക് ചെറുതായതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 27 ഇഞ്ചൊക്കെയാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന മോണിറ്ററുകളുടെ സൈസ്. അത് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടും, സ്പീഡാകും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കണ്ണിന് സ്ട്രെയിൻ കുറയും, കഴുത്തിന് സ്ട്രെയിൻ കുറയും. പിന്നെ കീബോർഡ് മൗസൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതില്ലാതെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാം, പക്ഷേ ലോങ് ടൈമിൽ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഓക്കെ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓക്കെ. സ്ഥിരമായിട്ട് ഡെയിലി ഒരു ഞാനൊക്കെ ഒരു ഏകദേശം ഒരു 9, 4, 13, 14, 15 മണിക്കൂർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസം. അത് ദിവസങ്ങൾ ഒഴിവില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ആ കേസിലൊക്കെ ലാപ്ടോപ്പൊക്കെ വെച്ച് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മോണിറ്ററാണ്. മോണിറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് LGയുടെ 4K മോണിറ്ററാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ കീബോർഡ് മൗസ് നമുക്ക് ലോജിടെക്കിൻ്റെ തന്നെ 2 സെറ്റ് കീബോർഡ് മൗസും ഉണ്ട്. അത് ബേസിക് വേർഷൻ എന്ന് പറയുന്നത് പെബിളിൻ്റെ കീബോർഡ് മൗസാണുള്ളത്. അത് നമുക്കൊരു ബഡ്ജറ്റ് വെർഷനാണ്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡാണ് MX വെർഷൻ. അപ്പോൾ MXൻ്റെ കീബോർഡ് ഉണ്ട്. MX കീസ് ഫോർ മാക് ആണ് അതിൻ്റെ മിനി വെർഷൻ, ചെറുത്. കീബോർഡിൻ്റെ മിനി വെർഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറിക് കീപാഡ് ഉണ്ടാവില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നോർമൽ കീബോർഡിൽ തന്നെ നമുക്ക് നമ്പറുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള നമ്പർ വെച്ചിട്ടുള്ള കാൽക്കുലേഷനും ഓപ്പറേഷൻസും ഒക്കെ ചെയ്യണവർക്ക് മാത്രമേ വലിയ കീബോർഡിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ മൗസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വില കുറഞ്ഞ മൗസുകൾ, ചെറിയ മൗസുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കുറയും. നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. വീഡിയോ പ്രൊഡക്ഷൻ, ഫോട്ടോ പ്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങേണ്ട മൗസാണ് MX 3S മൗസ്. 3S ലേറ്റസ്റ്റ് ആണ്. 3S ഇല്ല, 3 ആയാലും 2S ആയാലും ഒക്കെ വർക്ക് ചെയ്യും, പക്ഷേ ലേറ്റസ്റ്റ് ആണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ മൗസുകളൊക്കെ കുറച്ച് സിലിക്കൺ ബേസ്ഡ് ആണ് എൻ്റെ ബോഡി വരുന്നത്. അപ്പോൾ ഉപയോഗത്തിന് ശേഷം നമ്മളൊരു ബോക്സിലിട്ട് അടച്ച് വെച്ചില്ലെങ്കിൽ പാറ്റടിക്കും. എൻ്റെ മൗസ് പാറ്റടിച്ച് പോയി, അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി. അപ്പോൾ ഇതാണ് മൗസ്. പിന്നെ നമ്മളൊരു കാർഡ് റീഡർ ഉപയോഗിക്കുന്നുണ്ട്. USB-Cയിൽ നമുക്ക് 2 USB പോർട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഒരു മൈക്രോ SD, ഒരു വലിയ SD കാർഡ് ഇടാം. പിന്നെ HDMI ഔട്ട് ഉണ്ട്. അരോപ്പാന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു
USB-C ഹബ്ബാണ്. അത് ഞാൻ മുമ്പ് വാങ്ങിയതാണ്. എൻ്റെ ഫോണിൽ ഡെക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒരു 1000-1400 രൂപയായിരുന്നു അന്നത്തെ വില. ഇപ്പോൾ 1000 താഴെ ആമസോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പെടാതെ കുറച്ച് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിക്സലിൽ വന്ന ഒരു USB-C to USB-A കൺവെർട്ടർ പിക്സൽ ഫോൺ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചാർജറുകൾ കേബിളുകളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പെൻ ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആക്സസറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടി വിയാണ്. ടി വി ഞാൻ എല്ലാ സമയത്തും ടി വി ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ഞാൻ മോണിറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ടി വിയിലേക്ക് ഫോട്ടോസൊക്കെ കാണാനും വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാക് മിനിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു HDMI കേബിൾ മിക്കവാറും എല്ലായിടത്തും കിട്ടും. പിന്നെ ഇതിൻ്റെ പവർ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 പിൻ പവർ കോഡാണ്. നമുക്ക് ടേപ്പ് റെക്കോർഡറിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു പവർ കോഡാണ്. അപ്പോൾ അത് ഇതിട്ട് ഉപയോഗിക്കാം ഈസി ആയിട്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾ ആണെങ്കിൽ നല്ലത്. തീരെ മോശം കേബിളുകൾ ഉപയോഗിക്കരുത്, ഇലക്ട്രോണിക്സ് ആണ്, പണി കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആക്സസറീസ്. പിന്നെ ഞാനിത് എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാക് ബുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാറ്ററി പോയി, അതിൻ്റെ ജനറേഷൻസ് മാറി, അത് വളരെ സ്ലോ ആയിരുന്നു. അത് വാങ്ങിയ കാലത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണ്. ഇപ്പോൾ കൊടുത്ത 10,000 രൂപ പോലും കിട്ടില്ല. റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ 10,000 കൊടുക്കണം. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പക്ഷേ മാക് മിനി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാനായിട്ടുള്ള ബാറ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. ഇപ്പോൾ ബാറ്ററി ഇല്ലാത്ത ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് നമുക്ക് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ ചിലവ് കുറവാണ്, പെർഫോമൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 50,000-60,000 റേഞ്ചിൽ ഇത്ര നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു കമ്പ്യൂട്ടർ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വിൻഡോസ് PC ബിൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് അവിടെ മിസ്സായി പോകും. അപ്പോൾ വിൻഡോസ് PC ആണ് നിങ്ങൾക്ക് കറക്റ്റ്, നിങ്ങൾക്കതാണ് ആവശ്യം. അത്രയും കോൺഫിഗറേഷനും കസ്റ്റമൈസേഷനൊക്കെ വേണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ മാക് മിനിയിലേക്ക് പോകേണ്ട, നേരെ വിൻഡോസ് PCയിലേക്ക് വിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ PC ഉണ്ട്, ഞാൻ ഇതുപോലെ ഒരു മാക് മിനി ഉപയോഗിക്കുന്നുണ്ട്. ഞാനപ്പോൾ മെയിനായിട്ട് എഡിറ്റിംഗ്, പ്രൊഡക്ടിവിറ്റി എല്ലാ കാര്യങ്ങൾക്കും മാക്കായിട്ടും ആണ് പോകുന്നത്. മാക്കിൻ്റെ വെർഷൻസ് അല്ലെങ്കിൽ മാക്കിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഫയൽ സ്റ്റോറേജ് അതുപോലെ ചില ടൂളുകൾ, ഇപ്പോൾ നമുക്കൊരു ഡിസ്ക് റിക്കവറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് റിപ്പയർ ചെയ്തെടുക്കുക, അങ്ങനത്തെ കേസുകളിലൊക്കെ മാത്രമേ നമ്മൾ വിൻഡോസിലേക്ക് പോകാറുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു NAS ഒക്കെ ആയിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു വിൻഡോസ് PC ഒക്കെ ഉപയോഗിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാൻ അത് പറ്റുന്ന പോലെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.